നമസ്കാരം എല്ലാവർക്കും. അപ്പോൾ ഇന്നത്തെ നമ്മളെ പോക്ക് ശ്രീനഗറിൽ ഹരിപ്രഭാത് ഫോർട്ടിലേക്ക് കേട്ടോ. പോകുന്ന വഴിയെല്ലാം കുറച്ചൊരു ഫോറസ്റ്റ് പോലെ ഉണ്ടെങ്കിലും നല്ല രസമാണ്. ചെറിയ റോഡാണ് അത്. ഇവിടെ നമ്മൾ എൻട്രൻസിൽ എത്തിയിട്ടുണ്ട്. വണ്ടിയുടെ സൈഡിൽ പാർക്ക് ചെയ്യണം, വേറെ പാർക്കിംഗ് ലോട്ടൊന്നും ഇല്ല കേട്ടോ. ഒരു ഹിസ്റ്ററി ഒക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മളിതാ ഫോർട്ടിലേക്ക് നടന്നുകൊണ്ടിരിക്കും കേട്ടോ. അത്യാവശ്യം കയറി പോകാണ്ട് വണ്ടി വെച്ച് കഴിഞ്ഞിട്ട് എന്തായാലും നോക്കാം. ഇവിടുന്ന് താഴേക്ക് വ്യൂ എല്ലാം നല്ല കാണാനുണ്ട്. മുകളിലെത്തിക്കഴിഞ്ഞാൽ കിട്ടുമായിരിക്കും. ഒരു സ്ഥലം കൂടി കാണില്ലല്ലോ, മനസ്സിലാക്കുന്നത്. മനോഹരമായ ചാർചിനാറിലേക്കാണ് ഇപ്പോൾ നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഈ കാണുന്നതാണ് ലേക്ക് വ്യൂ. ഏതോ സ്കൂളുണ്ട്, എന്നാലും കിട്ടില്ല കേട്ടോ. ഈ ഒരു കാഴ്ചക്കാണെങ്കിൽ ഹരിപ്രഭാത് ഫോർട്ടിൻ്റെ മേലൊക്കെ കയറിയാൽ മതി. 50 രൂപ വരുന്നുള്ളൂ ഒരാൾക്ക്. മൂവാതാണ് നമ്മൾ ഇന്നത്തെ വോയിസ് ഓവറിൻ്റെ ആള്. ഈ ഭാഗത്തേക്ക് പോയാൽ ഫുള്ള് ശ്രീനഗർ ടൗൺ വ്യൂ ആട്ടോ. രക്ഷയില്ല, അടിപൊളി വ്യൂ. നമ്മൾ മുകളിലെത്തിയില്ല, ഇനി മുകളിലേക്ക് കയറാണ്ടത്ര. പൊളിയല്ലോ. കുറേ സമയം കയറുന്ന, അത്യാവശ്യം കയറാനുണ്ട് കേട്ടോ. അയ്യോ, ഇതിനുള്ളിലൊരു ഗുരുദ്വാര ഉണ്ട് കേട്ടോ, ഫോർട്ടിൻ്റെ അകത്ത്. ഇവിടെ ഒരു ഗുരുദ്വാര ഉണ്ട് കേട്ടോ. അതൊരു സീക്രട്ട് ആയിരുന്നല്ലോ, ഒന്നും പറയണ്ട. ഒരു ഗുരുദ്വാര ഫുഡ് കഴിച്ചിട്ട് നമ്മൾ ഇറങ്ങിയത്. ഇവിടെ എത്തുമ്പോഴത്തേക്ക് അടുത്ത ഗുരുദ്വാര. കേട്ടോ ഗുരുദ്വാര, ഫോർട്ടിനുള്ളിൽ ഗുരുദ്വാര. അവിടെ കുറച്ച് ആർമിക്കാരെല്ലാം ഉണ്ട്. ക്യാമ്പുണ്ട് ഇതിനകത്ത്. അവർക്കെല്ലാം കൂടിയുള്ള സെറ്റപ്പ് കേട്ടോ. യെസ്, ഒരു മസ്ജിദ് കണ്ടു താഴെ. അതിന് തൊട്ട് മുന്നേ ഒരു അമ്പലം കണ്ടു. ഒരു ഗുരുദ്വാരയുണ്ട്. നമ്മൾ കയറി വന്ന വഴി കേട്ടോ. ഇവിടെ നോക്കിയതാ ഫുൾ എൻ്റെ സിറ്റി കാണാൻ പറ്റും. ഒരു രക്ഷയില്ല. വരുന്നുണ്ടോ? ഓ വന്നിട്ടില്ല ശ്രീനഗർ. എഴുതിട്ടുണ്ടോ? പിന്നെ സ്നേഹിക്കുന്ന ഏതൊരു പെണ്ണുണ്ട്. പോയിന്റല്ലോ ഇനി നിങ്ങൾ കുളിക്കാൻ പോയ സ്ഥലത്ത് ലേറ്റ് ആവൂലേ? ഇവിടെ ഒരു നാഷണൽ ഫ്ലാഗ് ഉണ്ട് കേട്ടോ. ഇതിനൊരു പ്രത്യേകത ഉണ്ട്. ഇതൊരു മറ്റേ ഹിൽ ടോപ്പിലാണുള്ളത്. അത് ഇവിടുത്തെ ജനങ്ങൾ അതിൻ്റെ ഫോട്ടോസ് ഇവിടെ ഉണ്ട്. അവരെ മെഷീനറീസ് ഒന്നും യൂസ് ചെയ്യാണ്ട് എടുത്തിട്ട് വന്ന് കൺസ്ട്രക്ട് ചെയ്ത സാധനം കേട്ടോ. 1.5 ടണ്ണ് 1.5 ടണ്ണ് അങ്ങനെ ഒരു പ്രത്യേകത കൂടി ഉണ്ട് കേട്ടോ. അടിപൊളി. അതിനെ പറ്റിയൊരു ജസ്റ്റ് ഒരു ബോർഡ് വെച്ചിട്ടുണ്ട് ഇവിടെ.
നാഷണൽ ഫ്ലാഗ് ഓൺ ഹരിപ്രഭാത്. ഗെറ്റടിക്കണ്ടല്ലേ? അപ്പോൾ ഫോട്ടോയെല്ലാം കണ്ടതിന് ശേഷം നമ്മൾ ടൗണിലേക്ക് ഇറങ്ങിയിട്ടോ. അവിടെ ഒരു മസ്ജിദ് ഉണ്ട് പറഞ്ഞു, ഓൾഡസ്റ്റ് മസ്ജിദ്. അപ്പോൾ അത് കാണാനുള്ള പോക്കാണ് അടുത്തത് കേട്ടോ. ശ്രീനഗറിലെ ഏറ്റവും ഫസ്റ്റത്തെയും ഇവിടുത്തെ ഓൾഡസ്റ്റ് ആയിട്ടുള്ള മസ്ജിദ് ആട്ടോ ഇത്, ജമാ മസ്ജിദ്. അപ്പോൾ അത് കാണാനാണ് നമ്മൾ വന്നിട്ടുള്ളത്. അതിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. 1394 AD ഉണ്ടാക്കി കേട്ടോ. ഇവിടുത്തെ പില്ലറിൻ്റെ പ്രത്യേകത എല്ലാം ഒറ്റത്തടി കേട്ടോ. എല്ലാം ഒറ്റത്തടി തീർത്തിയാണ്. 378 പില്ലേഴ്സ് ഉണ്ട് ടോട്ടൽ ഈ മസ്ജിദിൽ. ഒരു രക്ഷയില്ലാത്ത ആർക്കിടെക്ചർ കേട്ടോ. വാ, ഭയങ്കര രസാട്ടോ കാണാൻ, ഒന്നും പറയാനില്ല. നമ്മൾ കയറി വന്ന എൻട്രൻസ് ആണ്. ഫോട്ടോ എടുത്തിട്ടായിരുന്നു ചേട്ടാ. നേക്കിലിങ്ങി ഇരിക്കുക. നമ്മൾ ജമാ മസ്ജിദിലുള്ളത് ഇന്നത്തെ ട്രിപ്പ് കഴിഞ്ഞിട്ടോ. ഇന്നിപ്പം ലോക്കൽ സൈറ്റ് സീയിങ് ആയിരുന്നു, കുറച്ച് സ്ഥലങ്ങളിലും പോയി കണ്ട്. അങ്ങനെ ജമാ മസ്ജിദിലാണ് ഇപ്പോൾ ഉള്ളത്. ഇത് അതിനടുത്തുള്ളൊരു വേറൊരു പള്ളിയാണ്, പക്ഷേ ഉള്ളിൽ കയറാൻ പറ്റിയില്ല നമുക്ക്. അവിടെ എന്തെങ്കിലും പ്രോഗ്രാം നടക്കുന്നുണ്ടായിരുന്നു, അപ്പോൾ അതുകൊണ്ട് അകത്ത് കയറാൻ പറ്റിയില്ല. പക്ഷേ ഇത് അടിപൊളിയായിരുന്നു കേട്ടോ കാണാൻ പുറത്തുനിന്ന്. അപ്പോൾ ഇത്രയൊക്കെയാണ് ശ്രീനഗറിലെ ലോക്കൽ സൈറ്റ് സീയിങ്ങിൽ കാണാനില്ല കേട്ടോ. പിന്നെ ബാക്കി കുറേ മാർക്കറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ബാക്കി 1 by 1 ആയിട്ട് ഓരോ വാലീസ് ആയിട്ട് ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, ബൈ.